അമേരിക്ക എന്ന വൻ ശക്തി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുദ്ധക്കളത്തിലെ എതിരാളികളല്ല, മറിച്ച് തങ്ങളുടെ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് വലിയ ആവേശത്തോടെയും കൊട്ടിഘോഷിച്ചും വന്ന വാഷിംഗ്ടണിലെ ഭരണകൂടത്തിന് ഇപ്പോൾ ആ പഴയ വീര്യം നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യുദ്ധം 5-ാം ദിവസം പിന്നിടുമ്പോൾ അമേരിക്കൻ ഖജനാവിൽ നിന്ന് ഒരു കാലത്ത് തിരിച്ചു പിടിക്കാനാവാത്ത വിധം പണം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വമ്പിച്ച സാമ്പത്തിക ബാധ്യത തന്നെയാണ് യുദ്ധത്തോടുള്ള അമേരിക്കയുടെ താല്പര്യം പെട്ടെന്ന് കുറയാൻ കാരണമായിരിക്കുന്നത്. സൈനികരുടെ ആൾനാശത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക ചോർച്ചയെക്കുറിച്ച് അമേരിക്കൻ ജനത ഇപ്പോൾ ആശങ്കാകുലരാണ്. പുറത്തുവരുന്ന പുതിയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തോടുള്ള പഴയ ആവേശം പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ മാത്രം 10ഓളം രാജ്യങ്ങളെ ആക്രമിക്കാനായി അമേരിക്ക ചെലവാക്കിയത് $8 ട്രില്യൺ ആണെന്ന് അൽ ജസീറ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2001 മുതൽ 26 വരെ ഇറാനിൽ എത്തി നിൽക്കുന്ന ഈ സൈനിക പടയോട്ടങ്ങൾക്കിടയിൽ നേരിട്ടും അല്ലാതെയും 47 ലക്ഷത്തോളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഡ്രോൺ ആക്രമണങ്ങൾ മുതൽ വൻ സൈനിക സന്നാഹങ്ങൾ ഉപയോഗിച്ച് നടത്തിയ അധിനിവേശങ്ങൾ വരെയുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് ഈ യുദ്ധങ്ങളിൽ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ 9 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ യുദ്ധാനന്തരമുണ്ടായ പട്ടിണിയും ചികിത്സാ ലഭ്യതയുടെ കുറവും മൂലം മരിച്ചവരുടെ എണ്ണം 45 ലക്ഷം കടന്നിരിക്കുന്നു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ യുദ്ധങ്ങൾക്കായി മാത്രം $5.8 ട്രില്യൺ ചെലവാക്കിയ അമേരിക്ക ഈ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈനികരുടെ ചികിത്സയ്ക്കും മറ്റുമായി ഇനിയും $2.2 ട്രില്യൺ അധികമായി ചെലവാക്കേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ അമേരിക്കയുടെ ആകെ യുദ്ധ ചെലവ് $8 ലക്ഷം കോടി എത്തിയിരിക്കുകയാണ്. നിലവിൽ ഇറാന് നേരെ നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ യുദ്ധങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളും F-35 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം മാത്രം 7000 കോടിയിലധികം രൂപയാണ് അമേരിക്കയ്ക്ക് ചെലവാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി മാത്രം $6.5 മില്യൺ ആവശ്യമാണ്. യുദ്ധം 1 മാസമെങ്കിലും നീണ്ടു നിൽക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ സാമ്പത്തിക ആഘാതം താങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് മാത്രം $21.7 ബില്യൺ സൈനിക സഹായം നൽകിയ അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധം കൂടി നീണ്ടുപോയാൽ മൊത്തം ബാധ്യത $18.87 ലക്ഷം കോടി വരെ എത്തിയേക്കാം. ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ച് യുദ്ധം തുടരുന്നതിനോട് ഭൂരിഭാഗം അമേരിക്കൻ പൗരന്മാരും ഇപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. CNN പുറത്തുവിട്ട സർവേ പ്രകാരം 51% അമേരിക്കക്കാരും ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ അംഗീകരിക്കുന്നില്ല. റോയിറ്റേഴ്സ് സർവേ പ്രകാരം ട്രംപിന്റെ യുദ്ധത്തിന് പിന്തുണ നൽകുന്നത് കേവലം 27% ആളുകൾ മാത്രമാണ്. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലും ജനക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ നികുതി പണം ഒഴുക്കുന്നത് നിർത്തണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സൈനികരെ നഷ്ടപ്പെടുന്നതിലുള്ള ഭയവും ദീർഘകാല സൈനിക സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയും ജനങ്ങളെ ട്രംപ് ഭരണകൂടത്തിനെതിരെ ചിന്തിപ്പിക്കുകയാണ്. ഇറാനിലേക്ക് കരസേനയെ അയക്കുന്നതിനെ 60% ആളുകൾ എതിർക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി അമേരിക്ക ഇന്ന് 2 തട്ടിലായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. റിപ്പബ്ലിക്കൻ അനുയായികളിൽ ഭൂരിഭാഗവും യുദ്ധത്തെ പിന്തുണയ്ക്കുമ്പോൾ ഡെമോക്രാറ്റുകളും സ്വതന്ത്രരും ഉൾപ്പെടുന്ന 80%-ലധികം പേരും ഇതിനെ നഖശിതാന്തം എതിർക്കുന്നു. നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു എന്നാണ് 39% പേർ വിശ്വസിക്കുന്നത്. ആത്മാഭിമാനവും വെല്ലുവിളികളും
മുറുകെ പിടിച്ച് ട്രംപ് മുന്നോട്ട് പോകുമ്പോഴും ഈ യുദ്ധം അമേരിക്കയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുമെന്ന് വലിയൊരു വിഭാഗം ഭയപ്പെടുന്നു. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ലെങ്കിലും അമേരിക്ക നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ലോക രാജ്യങ്ങൾക്കിടയിൽ ആ വൻ ശക്തിയുടെ പദവിക്ക് തന്നെ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്.